ഡാവിഞ്ചി മോഡല് യേശു ക്രിസ്തുവിന്റെ ഒരു ലോക്കറ്റ് കാണിച്ചിട്ട് നിങ്ങൾക്ക് വെയിറ്റ് വരുവാണെങ്കിൽ ഒരു 1.3 ഗ്രാംസ് മാത്രമേ വരുന്നുള്ളൂ. എണ്ണൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ചു കൊടുത്തത്. നല്ല ഡാവിഞ്ചി മോഡല് യേശു ക്രിസ്തുവിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റാണ്. ഇത് മാത്രമല്ല ഒത്തിരി ലോക്കറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ക്രോസിന്റെയും അതുപോലെ മറ്റു രൂപങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി ലോക്കറ്റ്സ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വെയിറ്റും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഈ ഒരു ക്രോസ് ആണെങ്കിൽ ഒരു 1.7 ഗ്രാംസ് ആണ് വരുന്നത്. ഇതാവുമ്പോൾ ഒരു 2.17, ഇതൊരു 2.16. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വെയിറ്റ് അറിയാനായിട്ട് പറയുന്നതാണ് കേട്ടോ. ഇതൊരു 3.47. പിന്നെ ഞാൻ വേറെ നിങ്ങൾക്ക് ഇത്രയും വലിപ്പമുള്ള ക്രോസ് ഉണ്ടല്ലോ, 2.81 ഗ്രാംസ് ആണ് വരുന്നത്. ആക്ച്വലി ഇത് ഇലക്ട്രോഫോമിംഗ് ഡിസൈൻ ആണ്. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഇങ്ങനത്തെ ഒരുപാട് ഡിസൈൻസ്, നമ്മുടെ സിംഹത്തിന്റെ റിങ്, അങ്ങനെ ഒത്തിരി ഡിസൈൻസ് നല്ല ഹൈ ഫിനിഷിംഗ് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് കളക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം അറിയാലോ. എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടാവേ, ഇതൊന്ന് ക്ലിയർ ആയി കാണിച്ചു കൊടുത്തേ. ഇത് ആരാണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? എടാ പ്രാഞ്ചേ, ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ, പ്രാഞ്ചേട്ടനില് അതിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്താണ് പ്രാഞ്ചി? ജയവും തോൽവിയും ഒക്കെ ആപേക്ഷികമാണെന്ന്. ജയിച്ചു എന്ന് കരുതിയവർ പലരും യഥാർത്ഥത്തിൽ ജയിച്ചവരാണോ? വേറെ ആരുമല്ല, അന്തോണിസ് പുണ്യാളനാണ് കേട്ടാ. നല്ല അടിപൊളിയായിട്ടുള്ള ലോക്കറ്റ്സിന് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. എവിടെയെന്ന് അറിയാലോ, നമ്മുടെ മദേഴ്സ് ഗോൾഡിന്റെ അൽക്കിസൈസിൽ ഇട്ടാ.